എല്ലാവരും കൂടെ ലൈവിലിരുന്ന് സംസാരിക്കുകയാണ്. സാബുമോനുണ്ട്, അക്ബറുണ്ട്, ആദിലയുണ്ട്, ആര്യനുണ്ട്, അനിമോളുണ്ട്. അനിമോൾ സോഫയിൽ കിടക്കുകയാണ്. ആര്യൻ ചോദിക്കുന്നുണ്ട്, നേരത്തെയൊക്കെ പട്ടി കുരയ്ക്കത്തില്ലായിരുന്നു ഉറങ്ങുമ്പോൾ, ഇപ്പം അങ്ങനെ ഇല്ല ഇല്ലേ? അപ്പം അക്ബർ പറയുന്നു, പട്ടി കുരയ്ക്കുമായിരുന്നു, പട്ടി കുറച്ചാൽ ലക്ഷറി പോയിൻ്റ് കട്ടാക്കുമായിരുന്നെന്ന് പറഞ്ഞ്. അന്നേരം അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അക്ബർ വിളിച്ച് പറഞ്ഞു, ബിഗ് ബോസ് ഞങ്ങളുടെ ലക്ഷറി പോയിൻ്റ് തരണേ എന്ന് പറഞ്ഞു. അപ്പം ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നതാണ്, ഇപ്പോഴും ഉണ്ട്, ഉറങ്ങിയാൽ പലതും കട്ടാവുമെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അനിമോൾ അവിടെ കണ്ണടച്ച് കിടക്കും കുറേ നേരമായിട്ട്. അപ്പം സാബുമോൻ അനിമോൾ എന്ന് ഉറക്കെ വിളിക്കുന്നു. അങ്ങനെ അനിമോൾ അതെ എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഉറങ്ങല്ലോ എന്ന് പറയുന്നത്. ഞാൻ ഉറങ്ങുന്നത് നീ കണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ കണ്ണടച്ച് കിടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അതിൽ പറഞ്ഞു, പ്രശ്നമുണ്ടല്ലോ. ഇല്ലേ സാബു എന്ന് പറയുന്നത്. അപ്പോൾ സാബുമോൻ പറഞ്ഞു, നീ കണ്ണടച്ച് കിടക്കുന്നു. അപ്പോൾ അനിമോൾ ചോദിക്കുന്നത്, കണ്ണടച്ചെന്ന് പറഞ്ഞ് ഉറങ്ങുമോ? ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമോ? അപ്പോൾ അതിൽ പറഞ്ഞാൽ ഞാൻ ഉറങ്ങും അങ്ങനെ. ആ സാബുമോൻ പറയും, ഞാനും അങ്ങനെ കിടന്ന് ഉറങ്ങും. അപ്പോൾ അനിമോൾ പറയുന്നത്, നിന്നെപ്പോലല്ല ഞാനെന്ന്. നിന്നെ എങ്ങനെ വിശ്വസിക്കുന്നു സാബുമോൻ? നീ എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? അനിമോള് വിശ്വസിക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ അനിമോൾ പറഞ്ഞു, വിശ്വസിക്കണ്ട, ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ വിശ്വസിക്കാൻ. അല്ല, എനിക്ക് നിന്നെ വിശ്വാസമല്ല. വേണ്ടടാ, നീ വിശ്വസിക്കണ്ട. പക്ഷേ എനിക്ക് നീ ഉറങ്ങാതിരിക്കണം, അത് എൻ്റെ ക്യാപ്റ്റൻസിയിൽ നീ ഉറങ്ങാൻ പാടില്ല എന്ന് പറയും. നീ മറ്റുള്ളവരുടെ കാര്യം നോക്ക്, ഞാൻ ഉറങ്ങില്ലെന്ന് എനിക്കറിയാമെന്ന് അനിമോൾ. സാബുമോൻ പറയുന്നത്, പറ്റൂല. നിനക്ക് എന്തുകൂടാ വല്ല പ്രിവിലേജും ഉണ്ടോ? നിന്നോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്? നിനക്കിവിടെ എഴുതി തന്നിട്ടുണ്ടോ എന്ന് ആദില ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാന്ന് ആദില. അനിമോൾ പറയുന്നത്, നീ നിൻ്റെ കാര്യം നോക്കുന്നു, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, നീ നിൻ്റെ കാര്യം നോക്കുന്ന ആദില തിരിച്ച് പറയുന്നത്. അനിമോളെ, നീ ഉറങ്ങല്ലേ, നീ ഇങ്ങനെ കണ്ണടച്ച് കിടന്നാൽ നീ ഉറങ്ങുവാണെന്നേ വിചാരിക്കത്തുള്ളൂ. സാബുമോൻ ഭയങ്കര അലമ്പായി വരിക. ഉടനെ അക്ബർ, അലമ്പായി വരുവാണെന്നോ? അപ്പം ഇതുവരെ അലമ്പല്ലെന്നുള്ള രീതിയിലാണ് അക്ബർ ചോദിക്കുന്നത്. അല്ല, അലമ്പിച്ചിരി കൂടിയെന്ന് സാബുമോൻ തിരുത്തി പറയുന്നത്. ആര്യം വന്നിട്ട് പറയുന്നത്, നീ മാത്രം കിടന്ന് അങ്ങനെ ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് പില്ല എടുത്ത് എറിയുന്നു. അനിമോൾ തിരിച്ചെറിയുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ ആരംഭിക്കുന്നു. രാവിലെ തൊട്ട് അനിമോൾ ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു. കൂടുതലും ഇവരൊക്കെ അനിമോൾ സംസാരിക്കാനാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നതും പറയുന്നതും. പക്ഷേ അനിമോൾ ആരോടും മിണ്ടാതെ ഇങ്ങനെ കിടക്കുക. ഇപ്പം അത്രയും സംസാരിച്ചത് സാബുമോനോട് മാത്രമാണ്. ആദിലയൊക്കെ മിണ്ടാൻ ശ്രമിച്ച്, പക്ഷേ അനിമോൾ മിണ്ടിയിട്ടില്ല ആരോടും. ഇന്നലെ അവരൊക്കെ പറഞ്ഞ അത്രയുണ്ട്. ബാക്കിയുള്ളവർ പറഞ്ഞത് അനിമോൾ പിന്നെയും ക്ഷമിച്ചേനെ. ഇവരൊക്കെ കൂടെ നിന്നിട്ട് നേരത്തെ കുറ്റപ്പെടുത്തി. എല്ലാവരും കൂടെ അനിമോളുടെ നേരെ തിരിഞ്ഞപ്പം ഇവർക്കെങ്കിലും അനിമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കായിരുന്നു. പക്ഷേ ഇവർ തിരിഞ്ഞവരെക്കാളും കൂടുതൽ സംസാരിച്ച് ആദിലയും നൂറയും. അതുകൊണ്ടായിരിക്കും അനിമോൾ അവരുടെ കൂടെ പോലും സംസാരിച്ചിട്ടില്ല. രാവിലെ തൊട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിലെല്ലാം അനിമോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് തന്നെയാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.